വീട്ടിൽ നിങ്ങൾ ചെയ്യുന്ന ജോലികളിൽ ഒരിക്കലും ഇഞ്ചുറി ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ചില കാര്യങ്ങൾ അത് ശരിയല്ല. ഫോർ എൻ എക്സാമ്പിൾ, നമ്മൾ കത്തി യൂസ് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ഉള്ളി നന്നാക്കണം അല്ലെങ്കിൽ ഇറച്ചി വെട്ടണം, ഒരു 1.5-2 കിലോന്റെ ഇറച്ചിയാണ്, പക്ഷെ കത്തി ഷാർപ്പ് അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം ഫോഴ്സ് നമ്മൾ ജനറേറ്റ് ചെയ്യും. ആ ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് തന്നെ നമുക്ക് ഫോർ ആം മസിൽസിന് നല്ല സ്ട്രെയിൻ ആണ്. അത് പലരും ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ എല്ലാം ടെന്നീസ് എൽബോ ആയിട്ട് പറയാറുണ്ട്. ഒരു പ്രായത്തിന് ശേഷം ഈ ഒരു ഫോഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് നമുക്ക് പറ്റില്ല, എസ്പെഷ്യലി അമ്മച്ചിമാർ. ഈ അമ്മച്ചിമാർക്ക് ഈ കൈ വേദന അല്ലെങ്കിൽ തോൾ വേദന വരാനുള്ള മെയിൻ റീസൺ സ്യൂട്ടബിൾ എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഷാർപ്പ് ആയിക്കില്ല. അതൊരു കാരണം. രണ്ടാമത്, നടുവേദന അല്ലെങ്കിൽ കഴുത്തുവേദന വരാനായിട്ട് ഒരു കാരണം നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള വാഷ് ബേസിൻ ആയിരിക്കില്ല, അല്ലെങ്കിൽ സിങ്ക് ആയിരിക്കില്ല പാത്രം കഴുകാനായിട്ട് യൂസ് ചെയ്യുന്നത്. മിക്കവരും വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടോ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ആൾക്കാരുടെ ഹൈറ്റ് അനുസരിച്ചിട്ടായിരിക്കില്ല കിച്ചൺ ഡിസൈൻ ചെയ്യുന്നത്. അപ്പം ഒന്നിലെ സിങ്ക് താഴെയാണെന്നുണ്ടെങ്കിൽ കുറെ നേരം അത് തന്നെ ട്രിഗർ ചെയ്യും നമുക്ക് ബാക്ക് പെയിൻ. അല്ലെങ്കിൽ ഒരു ഹൈറ്റിന് മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ പെയിൻ അല്ലെങ്കിൽ നെക്ക് പെയിൻ. ഇത് പറയുമ്പോൾ എല്ലാവർക്കും ഒരു കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പം നമ്മുടെ ലൈഫിൽ വീട്ടിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒന്ന് കമ്പയർ ചെയ്യാം, നമുക്ക് ഉണ്ടാവുന്ന സ്ട്രെസ്ഫുൾ ജോലികൾ എന്താണെന്നുള്ളതൊന്ന് അനലൈസ് ചെയ്യാം. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം സ്ട്രെയിനും കാര്യങ്ങളും ജനറേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ആക്ടിവിറ്റി കൊണ്ട്, അതിന് നമ്മുടെ ബോഡി പ്രിപ്പയർഡ് ആണോ എന്നും കൂടി ഒന്ന് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റും.